അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എവിടെയാണ് നിർത്തിയെന്ന് ചോദിച്ചാൽ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ പുഴയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുഴയിൽ നിന്ന് അങ്ങോട്ട് വന്നു തുണികളൊക്കെ വിരിച്ചിട്ടു. അമ്മ അലക്കിയത് 2 ബക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബക്കറ്റും കൂടി അങ്ങോട്ട് പോന്നു, അതൊക്കെ വിരിച്ചിട്ടു. പിന്നെ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയം ഫോണിന്ന് ചാർജ് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുളി കഴിഞ്ഞൊക്കെ ഇറങ്ങി. അപ്പോൾ വന്നപ്പോഴത്തേക്കും അമ്മ കുറേ നെയ്യപ്പൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇത്രയും ആക്കിയിട്ടുണ്ട്. ഈ ഒരു ബക്കറ്റിലാണ് ഇങ്ങനെ ഉണ്ടാക്കണത്. ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ എടുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയതൊക്കെ ഇറക്കി വെച്ചു, മാറ്റി വെച്ചു. അപ്പോൾ നെയ്യപ്പം അങ്ങനെ 2 3 ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം ഉണ്ടാക്കിയതൊന്നും ഇങ്ങനെ പൊന്തി വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ചുട്ടിങ്ങനെ വന്നപ്പോഴത്തേക്കും ഓരോന്നിങ്ങനെ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നന്നായി പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും നീണ്ട പരിശ്രമത്തിനൊടുവിൽ കുറേ സമയം അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് അമ്മയും ചൂടായി, എല്ലാവരും ഞാനും അമ്മയും മാറി അങ്ങനെ ഉണ്ടാക്കിയിട്ടോ. അമ്മ തന്നെയാണ് അധികം സമയം നിന്നിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളു ഉണ്ടാക്കാൻ. ബാക്കി ഏകദേശം നമ്മളത് നെയ്യപ്പൊക്കെ ചുട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നല്ലതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ബക്കറ്റിൻ്റെ അടിയിൽ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഏതായാലും നമുക്കതൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ, അതായത് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു 3 കൂടി ആവാനുണ്ട്. അതന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇനി അവിടെ ഒരു പാത്രത്തിൽ കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ നെയ്യപ്പത്തിൻ്റെ പരിപാടി ഇപ്പോൾ ഏകദേശം തീരുമാനമായി. പിന്നെ ആ അടുപ്പത്ത് ഞങ്ങൾ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ട് പോയി. ഇപ്പോൾ ആർക്കെങ്കിലും ചോറ് അഥവാ വേണമെങ്കിലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കി തീർന്നപ്പോഴത്തേക്കും അടുപ്പിൻ്റെ ചുറ്റുഭാഗത്തേക്കും എണ്ണ നന്നായിട്ട് തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്, എണ്ണയും അതുപോലെ ശർക്കരേൻ്റെയും എല്ലാം കൂടെ ആയിട്ടേ. അപ്പോൾ അടുപ്പാണെങ്കിൽ നല്ല ചൂടായിട്ട് നിൽക്കുകയാണല്ലോ. ആ ഒരു സമയത്ത് കയ്യും പൊള്ളൂടെ തുടച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കുറേയൊക്കെ തുടച്ചെടുത്തു. ഇനിയിപ്പോൾ ബാക്കി നമ്മൾ ആ ചോറും കൂടെ വന്നിട്ട് പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ ഇങ്ങോട്ട് ആ ഒരു ചൂടാണെന്ന് നോക്കാതെ തന്നെ കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ. കാരണം അത്രയും നെയ്യപ്പം ചുട്ടെടുത്തതല്ലേ. അപ്പോൾ ആ ഒരു എണ്ണ നന്നായിട്ട് ഇങ്ങനെ തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ എപ്പോഴും ഇങ്ങനെ അടുപ്പിൻ്റെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ പച്ചമുളകോ അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ കൊണ്ടുവന്നത് ചുക്കാക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ വെക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ആയണേ. അപ്പോൾ അതൊക്കെ അവിടെ നിന്നൊക്കെ നീക്കി, പിന്നെ കുറച്ച് ജാതിക്കേൻ്റെ കുരുണ്ടല്ലോ, അതും അതിൻ്റെ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചൊന്ന് ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടി വൃത്തിയാക്കാനുണ്ട്. പിന്നെ ഏതായാലും ആ ചോറും കൂടെ ആയിട്ട് രാത്രി പാത്രം കഴുകുമല്ലോ, ആ ഒരു സമയത്ത് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചെയ്യണം, കുറച്ചൊന്ന് ക്ലീൻ ആക്കി ഇട്ടാലേ ഒരു വലിയൊരു ഭാരമായിട്ട് തോന്നൂല ലാസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും, കഴുകാൻ പോവില്ല, അങ്ങനെയാവും. അപ്പോൾ ആ എണ്ണയൊക്കെ മാറ്റി ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി അങ്ങനെ പുള്ളിലാണ്. ഇത് പിന്നെ കുറച്ച് വെള്ളം കുടിക്കാൻ വെച്ചതാണ്. അപ്പോൾ നമ്മളെ നെയ്യപ്പവും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ പാത്രത്തിലാക്കിയിട്ട് അടുത്തുള്ള വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കാനാണ് കേട്ടോ. ഇത് ഇത്രയും നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ നമുക്ക് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞങ്ങൾ ഇത്രയും ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കറിയോട് കൂടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നത്. വരട്ടിയിട്ടല്ല എടുക്കൽ, കുറച്ചൊരു കറിയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു നെയ്യപ്പത്തേക്ക് ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കൽ. അതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇനി കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊക്കെ ഒന്ന് പാത്രത്തിലാക്കിയാൽ മതി. അതിൻ്റെ ഇടയിൽ കിച്ചൻ മോൾ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറി പൊന്തിച്ച് നോക്കിയിട്ട് അപ്പോൾ ചിക്കൻ കറി കണ്ടു. നെയ്യപ്പോൾ നോക്കിയപ്പോൾ കാണുന്നില്ല. കാരണം അവൾ ആ ചുവന്ന ബക്കറ്റിലാണ് നോക്കണം കേട്ടോ. അപ്പോൾ ചോദിക്കുക, അമ്മ എല്ലാവർക്കും കൊണ്ടു കൊടുത്ത് നെയ്യപ്പം കഴിഞ്ഞോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തതിനല്ല കേട്ടോ സങ്കടം. ഓക്ക് ഇങ്ങനെ നെയ്യപ്പം എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനിങ്ങനെ പറയുന്നു, എടി അതായത് അത്തേൻ്റെ അടുത്തേക്ക് ഓടി ബക്കറ്റ് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എടി അമ്മയും എല്ലാവർക്കും കൊടുത്തു നോക്കി, ഇനി ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. അതിൽ സമാധാനമില്ലാണ്ട് പിന്നെ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഈ ഒരു പാത്രത്തിൽ നെയ്യപ്പം ഇരിക്കണ കണ്ടിട്ട് സമാധാനമായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ചിരിയുടെ മുഖത്ത്. എന്നിട്ട് വീണ്ടും തത്തയ്ക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുക, ഇല്ലടി അമ്മ കൊണ്ടു കൊടുത്തിട്ടില്ല, വെറുതെ പറഞ്ഞതാന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അടുത്ത വീടുകളിൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കുമല്ലോ, അത് കൊണ്ടു കൊടുക്കാൻ ഇങ്ങനെ പോകുന്നത് ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മ വിളക്കൊക്കെ വെച്ചിട്ടോ, വിളക്കൊക്കെ എത്തിച്ച് വെച്ചു. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാം റെഡി ആയിട്ടുണ്ട്, സെറ്റായി. നമ്മൾ എല്ലാവർക്കും കൊണ്ടു കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പൂത്തിരി, പടക്കം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിച്ചാണ് പോയി വാങ്ങിയിട്ടുണ്ടത്. എങ്ങനെയാണെന്നുള്ളത് അറിയില്ല കേട്ടോ, എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് അറിയില്ല കേട്ടോ ഗൈസ്. അപ്പം ഇനി എല്ലാം ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി ഗൈസ്. ഇനി സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇനി എല്ലാവർക്കും കൊണ്ടു കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അത് നമുക്ക് ആ സമയമാവുമ്പോൾ വിഷുവിൻ്റെ ആ തലേ ദിവസം ആകുമ്പോൾ അത് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുകയും ഇറച്ചിയൊക്കെ ഉണ്ടാക്കി, അപ്പം ഇറച്ചി ഉണ്ടാക്കി നമുക്ക് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര എന്തൊക്കെയൊരു ബുദ്ധിമുട്ടാണ്. അത് കൊടുത്താലുള്ള ഉള്ളത് നമ്മളോട് കൊണ്ടു കൊടുക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പ്രാവശ്യം നമ്മൾ കൊടുക്കണമല്ലേ, എപ്രാവശ്യം കൊടുക്കുക, അങ്ങനെ ഒരു ഭയങ്കര ബാങ്ക് പിടിച്ചു. ഈ പടക്കം ഇത് കാണിച്ചിട്ട് വെക്കുക കേട്ടോ, എന്താന്നുള്ളതൊന്നും കാണിച്ചെന്നല്ല കേസ്, ഒക്കെ എടുത്ത് വെച്ചു. ഇത് നെയ്യപ്പം, ഒരു പീസ് ചിക്കൻ കറി, ഗ്ലാസ് വെള്ളം. ഇത് ഞങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഒരു നെയ്യപ്പം ചിക്കൻ കറിയും ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമായിട്ട് അങ്ങനെ ഒരു വഴണ്ടിയിലൂടെ മാറ്റി വയ്ക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ, എല്ലാവർക്കും കൊണ്ടു കൊടുക്കുകയാണ്. പിന്നെ ഇത് എല്ലാവർക്കും കൊടുത്തതിന് ശേഷമുള്ളൂ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കൽ കേട്ടോ. അപ്പോൾ അതൊരു ഇഷ്ടമാണ്. ഇതുകൊണ്ട് കൊടുത്ത് ഇതിന് വേണ്ടിയിട്ടാണ് കിച്ചുമ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. തത്ത പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട്, TV ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അമ്മേൻ്റെ ഒപ്പം പണിയെടുക്കണം അവിടുത്തെ അവരിങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾക്കുള്ള അപ്പം ഇറച്ചി അവിടെ എടുത്ത് വെച്ചോണ്ട് കേട്ടോ, മാറ്റി വെച്ചോണ്ട് കേട്ടോ, അല്ലെങ്കിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുവന്നോട്ടോ എന്നൊക്കെ അമ്മയോട് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആക്കി വെച്ചിട്ട് അതങ്ങനെ കൊണ്ടു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഈ അടുത്ത വർഷം ആവണമല്ലോ, അപ്പോൾ നമ്മളിൽ ആരാണ് ഉണ്ടാവുക ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് ഓരോന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചുമ്പോൾ അറിയാം, ഞാൻ കൊണ്ടു കൊടുക്കട്ടെ അമ്മ, ഞാൻ കൊടുക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കറിയാണെങ്കിൽ നല്ല ചൂടുവാണേ. അപ്പോൾ അവളോട് ഇതിൻ്റെ അടിയിലൊരു പാത്രം വെച്ചിട്ട് അങ്ങനെ പോയാൽ മതിയാണ്. പിന്നെ ഇരുട്ടായി തുടങ്ങിയാലേ ഒറ്റയ്ക്ക് പോകുമ്പോൾ പേടിയല്ലേ. അപ്പോൾ ഇപ്പുറത്തെ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓള് ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയിക്കോളാം അമ്മ, ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞെ കറി ചെരിഞ്ഞ് പോണോക്ക്. അപ്പം വെച്ച പോലെ തന്നെ കറികളൊക്കെ ആക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് അതുപോലെ പെൻഷൻ കൊണ്ട് 2 ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗോപാലേട്ടെന്ന് പറഞ്ഞ ഒരാളും പിന്നെ അവരുടെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കും ഇതുപോലെ ഒരാടെ പൈസ കൊടുക്കാൻ വന്നപ്പോൾ ഓരും പിന്നെ നെയ്യപ്പം ഇറച്ചിയൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ എല്ലാവർക്കും കൊണ്ടു കൊടുത്തു. ഇനി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഫസ്റ്റ് എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാതിരിക്കൽ കേട്ടോ. അപ്പോൾ കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾ കാണിച്ചു തരേ. അങ്ങനെ ബാക്കിയുള്ളത് ഞങ്ങൾ ഈ ഒരു പാത്രത്തോടെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഇരുന്ന് തിന്നാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കിച്ചുമോൾ എടുത്തിട്ടോ, കിച്ചുമോൾ വേഗം ഇരുന്നിട്ടുണ്ട്. നെയ്യപ്പവും ഇറച്ചിയൊക്കെ ഒഴിച്ചത് അവിടെ അമ്മമ്മേൻ്റെ കസാരയിൽ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. അമ്മ ഫോണിൻ്റെ ലൈറ്റ് ഓഫാക്ക്, കണ്ണിക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിനി സമാധാനത്തോടെ ആസ്വദിച്ച് തിന്നട്ടെ എന്നൊക്കെ പറയുന്നത് എന്നോട് കേട്ടോ. അപ്പോൾ ഓളങ്ങനെ ഇരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങളും കൂടെ ഇരിക്കുകയാണ്, ഞങ്ങൾ കഴിക്കാതിരിക്കണം. ഇനിയിപ്പോൾ കാണിക്കണമെന്നില്ല കേട്ടോ. അമ്മ പിന്നെ അടുക്കളയിലുണ്ട്, ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റി വയ്ക്കുകയാണ്. അതും കൂടെ ഊറ്റി വെച്ച് അമ്മയും കൂടെ വരും കേട്ടോ. അപ്പോൾ പിന്നെ
ചോറ് വെറുതെ ആവട്ടത് വെച്ചിട്ടുണ്ടാവുക. കുറച്ചമ്മ പ്ലേറ്റിലേക്ക് ഇങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ട് ഊറ്റിയിടുന്നുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിലോ വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങളെ തിന്നലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പാത്രമൊക്കെ കഴുകി പിന്നെ ഞങ്ങൾ സിറ്റൗട്ടിലേക്ക് വന്നിട്ട് അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ പിന്നെ ഇതൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് പൂത്തിരിയും പടക്കമൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ കിച്ചുമോളും അമ്മമ്മയാണ് പോയി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കിച്ചുമോൾ 2-3 ദിവസം മുന്നേ തന്നെ പൊട്ടിക്കല്ല് വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാനും തത്തയാണ് തലേ ദിവസം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്തൊക്കെയാണ് വാങ്ങിയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇതിന് കവറിൻ്റെ പുറത്തിങ്ങനെ എല്ലാം എടുത്ത് വെക്കുക, കാണട്ടെ എന്തൊക്കെയുള്ളത് കാണട്ടെ എന്നൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഓലപ്പടക്കം തത്തയ്ക്ക് പേടിയൊന്നുമില്ല, ഓള് പൊട്ടിക്കട്ടെ. പക്ഷെ അത് 10 അമ്മ വാങ്ങിയിട്ടുള്ളൂ. അമ്മയ്ക്ക് പേടിയായിട്ട് അമ്മ ആകെ 10 വാങ്ങിയിട്ടുള്ളൂ. അതിൽ ഓള് വന്ന സമയത്ത് തന്നെ ഒരു 7 ഓളെടുത്ത് വന്ന സമയത്ത് പറഞ്ഞാൽ ഈ ഒരു ഇത് കവറ് കിച്ചുട്ടി പുറത്തേക്ക് എടുത്ത് വെച്ചപ്പോൾ തന്നെ 7 നിന്ന നിപ്പിൾ പൊട്ടിച്ച് തീർത്തു. പിന്നെ ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറയണ്ട, അമ്മമ്മ അത് കുറച്ച് അധികം വാങ്ങിക്കൂടെ എന്നൊക്കെ പറയണ്ട. പിന്നല്ലാതെ ഞാൻ ഓനെയാണ് മാറിക്കേ. ഹാപ്പി ന്യൂ ഇയർ അല്ലേ? ഹാപ്പി വിഷു എന്നാ പറയാ, ഹാപ്പി ന്യൂ ഇയർ അല്ല. എന്ത് പാട്ടൊക്കെ 3 ഉള്ളൂ, ഭയങ്കര കത്തിച്ചും ചെയ്തു. ഞാൻ പോട്ടെ. ഇവിടെ അടുത്ത് തന്നെ ഇടൂലേ അല്ലെങ്കിൽ കൈ എടി കുട്ടികളെ മേത്ത് കൂടെ അത് ചെറുതാണ്. കുഞ്ഞെ അവിടെ തലയെ കൂടെ കറക്കണ ഗൈസ്. പടക്കം പൂത്തിരിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ ഹാളിൻ്റെ ഒക്കെ അവസ്ഥയാണ് ഇട്ടത്. അങ്ങനെ നമ്മൾ പൂത്തിരിയും പടക്കമൊക്കെ കത്തിച്ചു, ഫുഡ് കഴിക്കലും അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ അവിടെയൊക്കെ അടിച്ചു വാരി തുടച്ചിട്ടു. പിന്നെ ഞാൻ കുളി കഴിഞ്ഞിട്ട് നമ്മൾ രാവിലത്തേക്കുള്ള കണി ഒരുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ. ഇത് എൻ്റെ സാരിയല്ല, അമ്മേൻ്റെ സെറ്റും കൊണ്ടാണ് കേട്ടോ. അമ്മ തറവാട്ടിലെ അമ്പലത്തിൽ പരിപാടിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ അമ്മ ഒറ്റ പ്രാവശ്യം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഉടുക്കാൻ വേണ്ടി കൊതിയായി. ബ്ലൗസൊക്കെ ലൂസാണ്. പിന്നെ ഞാൻ കയ്യിൻ്റെ ഇവിടെ ഒന്നും കുഴപ്പമില്ല, ബാക്കിയുള്ളടത്തും പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്തോട്ടെ ഗൈസ്. അപ്പോഴേക്ക് എന്തോ ഇങ്ങനെ ഒരു സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് കണിയൊക്കെ ഒരുക്കി വയ്ക്കാണ് ഒരാഗ്രഹം. എന്തായാലും കുളിച്ചിട്ട് വേണമായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ഒരുക്കി വെക്കട്ടെ. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വ്ലോഗിൽ ചെയ്യണതായിരിക്കും കേട്ടോ. എല്ലാവരും കൂടെ വലിച്ച് നീട്ടിയിട്ട് ഇതിൽ ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആരും അങ്ങനെ കാണൂല, അതുകൊണ്ടാണ്. അപ്പോൾ കുറേശ്ശായിട്ട് കാണും. പിന്നെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കാണാമല്ലോ.
അപ്പോൾ ഞങ്ങളിത് അവിടെ ഒരു മേശയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ നല്ല തുടച്ച് വൃത്തിയാക്കിയതാണ്. അതിൻ്റെ പുറത്ത് ഇങ്ങനെ പേപ്പർ വിരിച്ചിട്ടാണ് ചെയ്യണത്. സാധാരണ താഴെയൊക്കെയാണ് ചെയ്യുക കേട്ടോ, പക്ഷേ ഒരു നടക്കുന്ന സ്ഥലമൊക്കെ അല്ലേ വിചാരിച്ചിട്ടാണ്. പിന്നെ അത് മാത്രമല്ല പൂജാ റൂമായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ഒന്നും ഇല്ല കേട്ടോ, എങ്കിൽ പിന്നെ അവിടെ ഒരുക്കിയാലൊക്കെ മതി. അപ്പോൾ ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അമ്മ ഇതൊക്കെ കൃഷ്ണൻ്റെ ഒരു ഇതൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പകൽ തന്നെ കേട്ടോ. പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നു, പൊടി പിടിച്ചിട്ടല്ല എന്നാലും ചെറിയതൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ തുടച്ചായിരുന്നു. പിന്നെ ഗണപതിൻ്റെ ഒരു വിഗ്രഹവും പിന്നെ അങ്ങനെ നമ്മളെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒരു ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പ്രാവശ്യം ചെറിയൊരു ചക്കയെങ്കിലും വേണമായിരുന്നു. അതുപോലെ വാൽക്കണ്ണാടി ആവുന്നില്ല, ഉള്ളതൊക്കെ വെച്ചോ. പിന്നെ ഒരു ശരിക്കൊരു പുത്തൻ കോടിയായിട്ട് എന്തെങ്കിലും അതും വേണമല്ലോ, അതും ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കണി ഒരുക്കുകയാണ്. അപ്പോൾ അമ്മ പറയുമായിരുന്നു ഏത് ഭാഗത്തേക്കാണ് വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം, നിങ്ങൾ കിടക്കണവർ കിടന്നോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. 12 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ഇത് ഒരുക്കണത്. പല സ്ഥലത്ത് നിന്ന് എന്താ പറയുക പടക്കത്തിൻ്റെ ഒക്കെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ തത്തയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി, അവൾക്ക് പടക്കം പൊട്ടിക്കാൻ അധികം കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കടന്നു. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കി വ്ളോഗ് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഓക്കെ, ബൈ.